ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 7 ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഡോക്യുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഫസ്റ്റ് വൺ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ഓർ ചാർട്ടർ ഓഫ് എ കമ്പനി. Memorandum of Association is the most important document as it defines the objectives of the company. No company can legally undertake activities that are not contained in its Memorandum of Association. It determines the relationship with outside world, that is, shareholders, creditors, and all those who have dealings with the company. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നിർവചിക്കുന്ന പ്രമാണം എന്ന നിലയിൽ കമ്പനിയുടെ ഏറ്റവും പ്രധാന രേഖയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കുപരിയായി ഒരു പ്രവർത്തനവും നിയമപരമായി കമ്പനികൾക്ക് ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വിവിധ വകുപ്പുകളുണ്ട്. It contains different clauses. They are name clause, registered office clause, object clause, liability clause, capital clause, subscription clause. Name clause. Under this, the name of the company is mentioned, which has already been approved by the registrar of companies. കമ്പനി രജിസ്ട്രാർ അംഗീകാരം നൽകിയതും ഇനി മുതൽ കമ്പനി അറിയപ്പെടുന്നതുമായ പേരാണ് ഈ വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. അണ്ടർ ദിസ് ക്ലോസ്, ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് സിറ്റുവേറ്റഡ് മസ്റ്റ് ബി മെൻഷൻഡ്. ദി എക്സാക്ട് അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് മസ്റ്റ് ബി നോട്ടിഫൈഡ് ടു ദി രജിസ്ട്രാർ വിത്തിൻ 30 days of the incorporation of the company. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് ഈ വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ കൃത്യമായ മേൽവിലാസം ഇതിൽ ചേർക്കണമെന്നില്ല. എന്നാൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ വിലാസം രജിസ്ട്രാറെ അറിയിക്കേണ്ടതാണ്. Object clause. It is the most important clause of this document. It sets out the object with which a company is formed. A company is not legally entitled to undertake an activity which is beyond the object stated in this clause. മെമ്മോറാണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഒബ്ജക്റ്റ് ക്ലോസ്. കമ്പനിയുടെ രൂപീകരണ ലക്ഷ്യമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ലക്ഷ്യവകുപ്പിൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കതീതമായി ഒരു പ്രവർത്തനവും നിയമപരമായി ഏറ്റെടുക്കുവാൻ കമ്പനിക്ക് അധികാരമില്ല. ലയബിലിറ്റി ക്ലോസ്. ദിസ് ക്ലോസ് ലിമിറ്റ്സ് ദി ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ടു ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദി ഷെയർസ് ഓൺഡ് ബൈ ദം. ക്യാപിറ്റൽ ക്ലോസ്. ദിസ് ക്ലോസ് specifically stated the maximum capital with which the company is to be incorporated. Subscription clause. This clause contains the name of the signatories to the Memorandum of Association and also gives their consent to purchase qualification shares. Memorandum of Association must be signed by at least 7 members in the case of a public company and 2 persons in the case of a private company. Articles of Association or കമ്പനിയുടെ ആഭ്യന്തര കാര്യ നിയമാവലി. ഇറ്റ് ലേസ് ഡൗൺ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദി മാനേജ്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ദി കമ്പനി. ദി ആർട്ടിക്കിൾസ് ഡിഫൈൻ ദി ഡ്യൂട്ടീസ്, റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദി ഓഫീസേഴ്സ് ആൻഡ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി ബൈലോ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളെക്കുറിച്ചുള്ള ചട്ടങ്ങളാണ് ആഭ്യന്തര കാര്യ നിയമാവലി അഥവാ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചട്ടങ്ങൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ വകുപ്പുകൾക്ക് വിധേയമായിരിക്കും. എന്നതിനാൽ മെമ്മോറാണ്ടത്തിന് വൈരുദ്ധ്യമാകുന്നതോ മറികടക്കുന്നതോ ആയ നിയമങ്ങൾ ഉൾപ്പെടുത്തുവാൻ പാടില്ല. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2(5) പ്രകാരം ആർട്ടിക്കിൾസ് എന്നത് ഒരു കമ്പനിയുടെ പ്രാരംഭത്തിലുണ്ടായിരുന്നതോ യഥാസമയങ്ങളിൽ ഭേദഗതി വരുത്തിയതോ
അല്ലെങ്കിൽ കമ്പനി നിയമത്തിലെ മുൻ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതോ ആയ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. The articles generally contains the following matters: adoption of preliminary contracts, number and value of shares, issue of preference shares, allotment of shares, transfer and transmission of shares, voting rights and proxies, meetings and rules regarding committees, directorates, their appointment and delegation of powers, nominee directorates, issue of debentures and stocks, audit committee, managing director, whole-time director, manager, secretary, additional directorates, seal, remuneration of directorates, general meetings, directorates meetings, borrowing powers, dividends and reserves, accounts and audit, winding up. Difference between Memorandum of Association and Articles of Association. Objectives. Memorandum of Association defines the objects for which the company is formed. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിർവചിക്കുന്നു. വേറസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ ദി റൂൾസ് ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളുടെ നിയമാവലിയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. പൊസിഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇസ് ദി മെയിൻ ഡോക്യുമെൻറ്റ് ഓഫ് ദി കമ്പനി ആൻഡ് ഈസ് സബോർഡിനേറ്റ് ടു ദി കമ്പനീസ് ആക്ട്. കമ്പനി നിയമത്തിന് വിധേയമായി കമ്പനിയിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാന പ്രമാണമാണിത്. വേറസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് എ സബ്സിഡറി ഡോക്യുമെൻറ്റ് ആൻഡ് ഈസ് എ സബോർഡിനേറ്റ് ടു ബോത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് കമ്പനീസ് ആക്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും കമ്പനി നിയമത്തിനും വിധേയമായിട്ടുള്ള അനുബന്ധ പ്രമാണമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. റിലേഷൻഷിപ്പ്. Memorandum of Association defines the relationship of the company with outsiders. കമ്പനിക്ക് അതിൻ്റെ പുറത്തുള്ളവരുമായുള്ള ബന്ധം നിർവചിക്കുന്ന പ്രമാണമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. വേറസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിഫൈൻസ് ദി റിലേഷൻഷിപ്പ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ദി കമ്പനി. കമ്പനിയും അതിൻ്റെ അംഗങ്ങളും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്ന പ്രമാണമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Consent of proposed directors. A written consent of each person named as a director is required. It is for confirming that they agree to act in that capacity and undertake to buy and pay for qualification shares. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പുറമെ കമ്പനിയുടെ ഡയറക്ടർമാരായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ളവരിൽ നിന്നും ആ നിലയിൽ പ്രവർത്തിക്കുന്നവരും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരം യോഗ്യതാ ഓഹരികൾ വാങ്ങുന്നതിനുമുള്ള സമ്മതപത്രവും കൂടി ആവശ്യമാണ്. എഗ്രിമെൻറ്റ്. എനി എഗ്രിമെൻറ്റ് മെയ്ഡ് ബൈ ദി കമ്പനി വിത്ത് ഇറ്റ്സ് ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഈസ് ഓൾസോ സബ്മിറ്റഡ് ടു ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അറ്റ് ദി ടൈം ഓഫ് രജിസ്ട്രേഷൻ. കമ്പനി നിയമപ്രകാരം കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിന് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, മുഴുവൻ സമയ ഡയറക്ടർ, മാനേജറായി നിയമിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രമാണങ്ങൾ കൂടി രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. എ ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൾ ദി ലീഗൽ റിക്വയർമെൻറ്റ്സ് ആർ ഫുൾഫിൽഡ് ഫോർ രജിസ്ട്രേഷൻ. It should be signed by an advocate of High Court or Supreme Court, chartered accountant, director or manager, secretary of the company. നിയമപ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന പ്രതിജ്ഞാപത്രം മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങളോടൊപ്പം രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതാണ്. One person company. With the implementation of the Companies Act 2013, a single person could constitute a company under the one-person company concept. One-person company is a company with only one person as a member. That one person will be the shareholder of the company.
It avails all the benefits of a private limited company, such as separate legal entity, protecting personal assets from business liability and perpetual succession. 2013 കമ്പനി നിയമം നിലവിൽ വന്നപ്പോൾ ഏക വ്യക്തി കമ്പനി വൺ പേഴ്സൺ കമ്പനി എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് കമ്പനി രൂപീകരിക്കാവുന്നതാണ്. ഒരു വ്യക്തി മാത്രം അംഗമായിട്ടുള്ള കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി. അതായത് കമ്പനിയുടെ ഓഹരി ഉടമ ആ വ്യക്തി മാത്രമായിരിക്കും. ഒരു സ്വകാര്യ കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകതകളായ ലീഗൽ എൻറ്റിറ്റി, പ്രൊട്ടക്റ്റിംഗ് പേഴ്സണൽ അസറ്റ്സ് ഫ്രം ബിസിനസ് ലയബിലിറ്റി, പെർപെച്വൽ സക്സഷൻ എന്നീ മേന്മകളും ഒരു വൺ പേഴ്സൺ കമ്പനിക്ക് അനുഭവിക്കാവുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് വൺ പേഴ്സൺ കമ്പനി. Only a natural person who is an Indian citizen and resident in India shall be eligible to incorporate a one-person company. ഇന്ത്യൻ പൗരനും ഇന്ത്യയിൽ താമസിക്കുന്നതുമായൊരു സാധാരണ വ്യക്തി ഒരു ഏക വ്യക്തി കമ്പനി രൂപീകരിക്കുന്നതിന് യോഗ്യനാണ്. No person shall be eligible to incorporate more than a one-person company or become nominee in more than one such company. ഒന്നിൽ കൂടുതൽ വൺ പേഴ്സൺ കമ്പനികളിൽ അംഗമാകാനോ നിയുക്ത അംഗമാകാനോ ഒരാൾക്കും സാധിക്കുകയില്ല. No minor shall become member or nominee of the one-person company. Such company cannot be incorporated or converted into a company under Section 8 of the Act. Such company cannot carry out non-banking financial investment activities, including investment in securities of anybody corporates.